നമസ്കാരം. ഞാൻ ഡോക്ടർ വിമല. ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ള അവസ്ഥയാണ് നമ്മൾ സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. സ്വാസ്ഥ്യമുണ്ടാകാൻ മരുന്നുകൾ കഴിക്കണമെന്ന് നിർബന്ധമില്ല. ചില നല്ല ശീലങ്ങൾ കൊണ്ട് നമുക്ക് സ്വാസ്ഥ്യം നിലനിർത്താം. അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കാലത്തെ ഉണരുക. അത് മനസ്സിന് സന്തോഷം തരുന്നതാണ്, അതുവഴി ആരോഗ്യത്തെയും തരും. രണ്ടാമത്, എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ തേച്ച് കുളിക്കുന്നത് ഒരു ശീലമാക്കണം. എണ്ണ തലയിൽ തേച്ച് കുളിച്ചാൽ നല്ല ഉറക്കം കിട്ടും, ശാരീരികമായ ആരോഗ്യവും കിട്ടും. അങ്ങനെ എണ്ണ തേക്കുന്നതോടൊപ്പം തന്നെ രണ്ട് ചെവിയിലും ഓരോ തുള്ളി എണ്ണ കൂടെ ഒഴിക്കുകയാണെങ്കിൽ ചെവിക്കകത്തുള്ള സ്നിഗ്ധത നിലനിർത്താൻ പറ്റും. അതേപോലെ തന്നെ കൈകാലുകളുടെ വെളുത്ത ഭാഗത്തും എണ്ണ തേച്ച് തടവി കൊടുത്താൽ നാഡീജരമ്പുകൾക്ക് ഉത്തേജനം കിട്ടും. അതും ആരോഗ്യത്തെ നിലനിർത്താനുള്ള ഒരു മാർഗം തന്നെയാണ്. മൂന്നാമത്തേത്, സമയത്ത് ഭക്ഷണം കഴിക്കുക. അതൊരു ശീലമാക്കണം. അപ്പോൾ യഥാസമയം വിശപ്പുണ്ടാവുകയും ആമാശയ സംബന്ധമായ രോഗങ്ങൾ വളരെയധികം നിയന്ത്രിക്കാൻ പറ്റും. നാലാമത്തത്, യഥാശക്തി വ്യായാമം. അവനവന്റെ ശക്തിക്കനുസരിച്ച് വ്യായാമം ചെയ്യണം. അതും ഒരു നല്ല ശീലമാണ്. പിന്നീട് യഥാസമയത്ത് ഉറങ്ങുക. ഉറക്കം മനസ്സിനും ശരീരത്തിനും വളരെ അത്യാവശ്യമാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിനും ഉറക്കം അത്യാവശ്യമാണ്. മറ്റൊരു ശീലമാണ്, മാസത്തിൽ 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഉപവാസം ചെയ്യുക. അതുപോലെ 3 മാസത്തിനൊരിക്കൽ വയറിളക്കുക. ഇതെല്ലാം സ്വാസ്ഥ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എത്ര ആരോഗ്യത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഓർക്കുക, ജീവിത ദൈർഘ്യമല്ല, ആരോഗ്യമാണ് പ്രധാനം. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എത്ര ആരോഗ്യത്തോടെ ജീവിച്ചു എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.